അപ്പോൾ പ്രിയമുള്ളവരെ, ഒരല്പം കൃഷിവിശേഷമാണ്. എന്തായാലും ഒരു തായ്ലാൻഡ് റെഡ് ലേഡി കൃഷി ചെയ്യാനുള്ള പരിപാടിയല്ല അശ്വിമോനെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരടി കൂടുതലുള്ള ഒരു കുഴി കുഴിച്ചതിന് ശേഷം അതിലേക്ക് വളമകൾ ഇടണം. മിക്സഡ് ആയിട്ടുള്ള വളമകൾ, നാടൻ വളമുണ്ട്, കമ്പോസിങ് വളമുണ്ട്. അതെല്ലാം ഇട്ടതിന് ശേഷം അതൊന്ന് മണ്ണിനോട് ചേർക്കുക. അപ്പോൾ ഒരടി ആയത്തിൽ കുഴിച്ചതിന് ശേഷം മണ്ണൊന്ന് ലൂസാക്കിയിട്ട് അതിലേക്ക് വളമിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചമ്മലകളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, തായ്ലാൻഡ് റെഡ് ലേഡി കൃഷി ചെയ്യാൻ പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ കാണാനുള്ളത്. അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് കൃഷി ചെയ്ത ആപ്പിൾ ചാമ്പൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായി ആയിരുന്ന അതിൻ്റെ ഫലം പൊട്ടിച്ച് കഴിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ഇതുപോലെ കൃഷി ചെയ്താൽ ഇങ്ങനെ മധുരമായ പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, വിലപ്പെട്ട സമയം നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ കൊച്ചു വീഡിയോയിലൂടെയുള്ള സന്ദേശം. ഓക്കെ, ചുവപ്പ് കളർ വരും. ഇതല്ലേ അതിന്റെ മേലെ അതെ തന്നെ അയിമ പിടിച്ച മറ്റെടുത്ത് മോനെ, നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പരിപാലിച്ചാൽ ഇതുപോലെ തിന്നാം. ഇതിൻ്റെ ഒരു സുഖം വേറെയാണ്. അവനവന് കൃഷി ചെയ്ത ടൈമിൽ നിന്ന് കിട്ടുന്ന വിഭവം ഉണ്ടല്ലോ, അതിങ്ങനെ അറക്കുന്നതും തിന്നുന്നതും വല്ലാത്ത സുഖമാണ് മോനെ. എന്താ അശ്മോനെ, നല്ല രസമുണ്ട് അല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയാലേ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഇഷ്ടംപോലെ ആപ്പിൾ ചാമ്പക്കാന്ന് മാത്രമല്ല പലതും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതിന്റെ എയർലാരിങ് ചെയ്തിട്ട് നമ്മൾ 2 തൈ ഉണ്ടാക്കിയില്ലേ? ഇനി അതിനും കഴിക്കൂട്ടാ. ഓ, കൊറേ ചോപ്പുണ്ട്, അടിയിലൊക്കെ ഉണ്ട്.